എല്ലാവർക്കും സുമീസ് ഫുഡ് ആൻഡ് ബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിതാ നല്ലൊരു നെല്ലിക്ക അച്ചാറുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് കുറച്ച് നെല്ലിക്ക പുഴുങ്ങി അതിൻ്റെ കുരു കളഞ്ഞിട്ട് അടർത്തിയെടുത്തതാണ്. അതിന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടിതാ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പില, ഒരു കപ്പ് വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും. നമുക്ക് ഇത് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 50 ഗ്രാം വരെ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടുന്നതിലേക്ക് നമുക്ക് കായം, നല്ല ഒരു ഇത്രയും കഷ്ണം കായാണ് ചേർത്തിട്ട്, നല്ല കട്ടക്കായാണ്, പൊടിയല്ല ഞാൻ ചേർത്തത്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് വെച്ച് വെളുത്തുള്ളി ചേർത്ത് പിന്നെ എടുത്ത് വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്ത് പിന്നെ കരിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഏകദേശം ഉള്ളിയെല്ലാം വഴന്ന് നല്ല വെളുത്തുള്ളിയെല്ലാം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കപ്പ് രണ്ടും കൂടി പൊടിച്ചതാണ്, പിരിയമുളകും സാദാ മുളകും കൂടി പൊടിച്ച മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ പൊടി ഇടാൻ, ഇല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലൊരു കളറ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുള്ളൂ, പെട്ടെന്ന് ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് ഇതിനൊരു കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഗ്യാസ് ആദ്യം കത്തിച്ച് കൊടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തില്ല. നെല്ലിക്ക പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നെല്ലിക്ക ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് ആക്കുന്നത്. അതിനായിട്ട് ഇനി ലേശം കൂടി ഒരു കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു ലൂസാക്കിയിട്ടാണ് നെല്ലിക്ക ആക്കുന്ന അച്ചാറ്. അതൊന്ന് യോജിച്ച് വരട്ടെ. ഇനി ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ എടുത്തു വെച്ച നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. കായം ഇളകി വരുന്നത്ര കുറച്ച് ലൂസ് ആവണം. അതിൽ കട്ടക്കായ ആയതുകൊണ്ട് കുറച്ച് അലിയാൻ നല്ല പണിയാണ്. നല്ലപോലെ കുഴഞ്ഞുണ്ട്. അത്രയും വെള്ളം ഒഴിച്ചിട്ടും നല്ല പാകത്തിനില്ലതേ ആയിട്ടുള്ളൂ. അധികം വെള്ളമൊന്നും ആയിട്ടില്ല. ഞാൻ ഒരുപാട് വിനാഗിരിയും ചേർത്തിട്ടില്ല, കാരണം നമ്മൾ പെട്ടെന്ന് കഴിക്കേണ്ടതല്ലേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി, ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി, ഒരുപാട് വേണ്ട. കുറച്ച് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക.
അപ്പോൾ ഇതാ നമ്മളെ നെല്ലിക്ക അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നെല്ലിക്ക അച്ചാർ കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടി ചേർത്താൽ കുറച്ചും കൂടി ലൂസാവും. അപ്പോൾ അച്ചാർ എന്ന് പറയുന്നത് ഒന്ന് തൊട്ട് ഇതാക്കാനല്ലേ, അതുകൊണ്ട് കുറച്ച് ലൂസിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടി ഇടക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റൂ.